ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാൽ ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കുള്ള ജോബ് വാക്കൻസിയാണ് ഇന്ന് പറയുന്നത്. വെറും 4ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം. തുടക്ക ശമ്പളമായിട്ട് തന്നെ 22,000 രൂപ ലഭിക്കുന്ന തരത്തിലുള്ള ജോബാണ്. എക്സ്ട്രാ അവർ വർക്ക് ചെയ്താൽ അതിനനുസരിച്ചും സാലറി ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ചുറ്റിലുള്ള ജോബ് അന്വേഷിക്കുന്ന കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ജോബിന് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കൊച്ചിൻ സ്പെയർ യാർഡ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ജോബ് ഓഫർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസണിൽ നിന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സ്വീകരിക്കുന്നത്. ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പോസ്റ്റ് എന്നാൽ സ്റ്റാഫ് ഹോൾഡറും അതേപോലെ തന്നെ സെമി സ്കിൽഡ് റിഗറുമാണ്. ടോട്ടൽ 70 വേക്കൻസീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളത് മിനിമം 10th പാസ്സായാൽ മതി. അതേപോലെ തന്നെ സ്കാഫ് ഹോൾഡറിന് മിനിമം 4ാം ക്ലാസ് മതി. അതേപോലെ തന്നെ ഇതിലേക്കൊരു റെലവൻറ്റ് എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് മാർച്ച് 12 മുതൽ മാർച്ച് 28 വരെയാണ്. ജോബ് കാറ്റഗറി വരുന്നത് ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് കോൺട്രാക്ട് ബേസിസ് ആണ്. ഒരു പക്ഷേ 1 year അങ്ങനത്തെ ഒരു കോൺട്രാക്ട് ബേസാണ് ഈ ഒരു ജോബ് വരുന്നത്. പോസ്റ്റ് നെയിം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ, സ്കാഫ് ഹോൾഡറും അതേപോലെ തന്നെ സെമി സ്കിൽഡ് റിഗറുമാണ്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 17 ആണ്. ജോബ് ലൊക്കേഷൻസ് വരുന്നത് CLS കൊച്ചിയിലാണ്. അതേപോലെ തന്നെ പ്രൊജക്ട് സൈറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആകാം. സാലറി എന്നാൽ 22,100 സാലറി വരുന്നത് പെർ മന്ത്. പക്ഷെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 5,530 രൂപ വരെ ലഭിക്കാവുന്നതാണ്. അപ്ലൈ മോഡ് എന്നാൽ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്നാൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ 3 years OBC കാറ്റഗറീസ്ക്ക് റിസർവ്സ് പോസ്റ്റാണ്. അതേപോലെ തന്നെ 5 years SC കാറ്റഗറിക്കാണ്. പിന്നെ സ്കാഫ് ഹോൾഡറുടെ എലിജിബിലിറ്റി എന്ന് വരുന്നത് മിനിമം 10th പാസ്സായിരിക്കണം. പിന്നെ 2 years എക്സ്പീരിയൻസ് വേണം. സെമി സ്കിൽഡ് റിഗറിൻ്റെ എലിജിബിലിറ്റി എന്നാൽ 4th പാസ്സായാൽ മതി. 3 years എക്സ്പീരിയൻസ് വേണം. അതേപോലെ തന്നെ ഇതിൽ എടുത്ത് പറയുന്നുണ്ട് PWBD കാറ്റഗറീസിന് ഇതിൽ നോട്ട് എലിജിബിൾ ആണ്, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇതിന് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ OBC EVS കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ്. ഈ 200 രൂപ നോൺ റീഫണ്ടബിൾ ആണ്. പ്ലസ് ബാങ്ക് ചാർജസും ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. www.cochinspeyard.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കംപ്ലീറ്റ് 1 time രജിസ്ട്രേഷൻ. നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. സാപ്പ് ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് അതിൽ ആപ്ലിക്കേഷൻ ലിങ്ക് കാണും. സ്കൈഫോർഡിൻ്റെയും അതേപോലെ തന്നെ സെമി സ്കിൽഡ് റിഗർ പോസ്റ്റിൻ്റെയും അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇതൊക്കെ കൊടുക്കാനുണ്ടാകും. ഇതൊക്കെ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതൊക്കെ മൂലം നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻസൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ജോബ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നാൽ താങ്ക് യു.